കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ കൈക്കൂലി കേസിൽ വിശദ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചു. കൊല്ലം വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ബിജുവിനാണ് അന്വേഷണം ചുമതല. തഹസീൽദാറായിരുന്ന MK അജിത് കുമാർ ഒപ്പിട്ട ഫയലുകളിൽ പൊരുത്തക്കേട് കണ്ടെത്തിയിരുന്നു. AV ജയശങ്കർ ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. പറയൂ ജയശങ്കർ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ കൊട്ടാരക്കര തഹസിൽദാർ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറച്ച് പതുക്കെയാണെങ്കിലും കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രാഥമിക അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ 2 ദിവസം മുമ്പാണ് അനുമതി നൽകുന്നത്. കൊല്ലം വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ബിജുവിനാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല. ഈ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ തഹസിൽദാരും മറ്റ് ഉദ്യോഗസ്ഥരും ഈ കോറി മണ്ണ് മാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി. ഈ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഈ റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ഇത്തരത്തിലുള്ള ഒരു കൈക്കൂലി കേസ് പിടികൂടുന്നത്. ഇദ്ദേഹം നേരിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ വലയിലാക്കുന്നത്. എന്തായാലും ഈ മണ്ണ് കോറി മാഫിയ സംഘങ്ങളെക്കുറിച്ചും ഇവരുടെ ഇടപാടുകളെക്കുറിച്ചും ഈ വിജിലൻസ് സംഘം ഈ ഘട്ടത്തിൽ അന്വേഷണം നടത്തും. ഒപ്പം തന്നെ ഈ അജികുമാർ ഒപ്പിട്ട ഫയലുകളിൽ നിലവിൽ പോലീസ് വിജിലൻസ് സംഘം ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സൈബർ സംഘം നടത്തിയ പരിശോധനയിൽ ഈ മണ്ണ് കോറി മാഫിയയും ഈ റവന്യൂ ഉദ്യോഗസ്ഥരും തമ്മിൽ അടുത്ത ബന്ധമുള്ള തെളിവുകൾ, കോഴരേഖ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വിശദമായൊരു അന്വേഷണം വേണമെന്നൊരു നിലപാട് വിജിലൻസ് അറിയിച്ചത്. അതിന് വിജിലൻസ് ഡയറക്ടർ അനുമതി നൽകി. ഈ അന്വേഷണത്തിന് കൂടി ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു കേസ് എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുക. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള അഴിമതി, ഇവിടെ 10 ലക്ഷത്തിൽ അധികം രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ടുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിൻ്റെ കണ്ടക്ടർ. ഈ അജികുമാറിനൊപ്പം 4 ഉദ്യോഗസ്ഥരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് പ്രാഥമിക നടപടികളുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുന്നത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ടായിരുന്നു ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ അന്വേഷണം വരും. ഈ തഹസിൽദാരും സംഘവും നടത്തിയ മറ്റു തരത്തിലുള്ള കൈക്കൂലി ഇടപാടുകളെക്കുറിച്ചും ഉള്ള അന്വേഷണം എന്തായാലും വിജിലൻസ് നടത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസെടുക്കുക. AV ജയശങ്കറാണ് നമുക്കൊപ്പം ചേർന്നത്.